ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് CSS ഫോണ്ട് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സാധാരണ ടെക്സ്റ്റിന് പ്രോപ്പർട്ടീസ് കൊടുക്കുന്ന പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ടെക്സ്റ്റ് ഹൈറ്റ്, ഇൻഡൻറ്റ്, സൈസ്, അത്തരം ചില പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നാണ്. അതായത് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ നിന്നാണ്. ഓക്കെ, ഫോണ്ട് പ്രോപ്പർട്ടീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഫോണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നാണ്. ഓക്കെ, ആക്ച്വലി ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയും ഫോണ്ടിൻ്റെ അകത്ത് ഫോണ്ട് പ്രോപ്പർട്ടീസിൻ്റെ ആ ഒരു സെറ്റിൽ വരുന്ന പ്രോപ്പർട്ടിയാണ്. ഞാനിത് നേരത്തെ ടീച്ച് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈസിൽ ഇവിടെ നമുക്ക് സൂം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സൈസ് മാത്രം ഇൻക്രീസ് ചെയ്യുന്ന പ്രോപ്പർട്ടി നേരത്തെ പഠിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിവേ ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഫോണ്ട് സൈസിൽ പല ഇതുപോലത്തെ ലാർജ്, എക്സസ് ലാർജ്, അതുപോലെ മീഡിയം, സ്മാൾ എന്ന് പറഞ്ഞ പല പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടീസ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ HTML ഫോണ്ടിൽ, അതായത് ഫോർമാറ്റിംഗ് സെക്ഷനിൽ ബോൾഡിൽ എഴുതുന്നത്, ഇറ്റാലിക്കിൽ എഴുതുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേ കാര്യങ്ങൾ ഫോണ്ട് പ്രോപ്പർട്ടീസ് വെച്ച് നമുക്ക് CSSലും വെച്ചും ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്നാണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ടീച്ച് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ വെച്ച് ഇൻട്രാക്റ്റീവ് ആയിട്ടൊരു വെബ്സൈറ്റ്, അതല്ലെങ്കിൽ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം ഇറ്റാലിക്കായി മാറുന്നു, ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം ബോൾഡായി മാറുന്നു, ഇല്ലെങ്കിൽ റെസ്പോൺസീവ് ആയിട്ടുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബോൾഡ് സ്റ്റൈലിലേക്ക് വരുന്നു. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത്തരം സാഹചര്യങ്ങളിൽ അത് നിങ്ങൾക്ക് ഇപ്പം പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇൻ കേസ് ആ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ CSS വെച്ചും ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതെങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫോണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഫോണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, അതിന് മൊത്തം 4 വാല്യൂസ് ഉണ്ട്. നോർമൽ, ഇറ്റാലിക്, അതുപോലെ തന്നെ ഒബ്ലീക്ക് എന്ന് പറഞ്ഞ 3 വാല്യൂസ് ഉണ്ട്. സോ ഫോണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ നോർമലാണ് ഡീഫോൾട്ട് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫോണ്ട് സ്റ്റൈൽ കൊടുക്കാം. നോർമൽ എന്ന് പറഞ്ഞ സ്റ്റൈൽ സാധാരണയായിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചില ടെക്സ്റ്റുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ ടെക്സ്റ്റ് ഇറ്റാലിക്സിലൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നോർമൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോണ്ട് സ്റ്റൈലെല്ലാം പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ട്രൈ നോക്കാം. ഓക്കെ, ഫോണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇറ്റാലിക്, നോർമൽ, ഒബ്ലീക്ക് എന്ന് പറഞ്ഞ 3 പ്രോപ്പർട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ഇറ്റാലിക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇറ്റാലിക്സിലേക്ക് ചേഞ്ച് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഒബ്ലീക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടിയും ഏകദേശം ഇറ്റാലിക്സ് പോലെ തന്നെയാണ്, പക്ഷെ ചെറുതായിട്ടൊരു ഫോണ്ടിൻ്റെ സ്റ്റൈലിൽ ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഇറ്റാലിക്സിലും ഇതിലും കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷെ വലിയ വ്യത്യാസമായിട്ട് ഒരു വിസിബിൾ വ്യത്യാസമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് നോർമൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇതാണ് നോർമൽ എന്ന് പറഞ്ഞത്. ഇതിന് യാതൊരു വ്യത്യാസവും ഇല്ല, എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ്. അതായത് ഇനീഷ്യലി എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് നോർമൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വരുന്നത്. ഓക്കെ, സോ ഇതിന് 3 വാല്യൂസ് ആണുള്ളത്. നോർമൽ, ഇറ്റാലിക്സ്, ഒബ്ലീക്ക് എന്ന് പറഞ്ഞാൽ 3 സ്റ്റൈൽസ് ഉണ്ട്. ഈ 3 സ്റ്റൈൽസും നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫോണ്ട് വെയിറ്റ് പ്രോപ്പർട്ടിയാണ്. ഫോണ്ട് വെയിറ്റ് പ്രോപ്പർട്ടി എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലെറ്ററിൻ്റെ, അതായത് ഇപ്പോൾ നമുക്ക് ഫോണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, അത് നല്ല ബോൾഡ് ആക്കിയിട്ട് എഴുതണമെങ്കിൽ നമ്മൾ ഫോണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഫോണ്ട് സ്റ്റൈലിൽ നമ്മൾ ബോൾഡ് എന്ന് കൊടുത്താൽ വരത്തില്ല. നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ഫോണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ബോൾഡ് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിന് 2 വാല്യൂസ് ആണുള്ളത്. ഫോണ്ട് വെയിറ്റും ബോൾഡ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ പ്രോപ്പർട്ടി ഉണ്ട്. നോർമൽ എന്താണെന്ന് എനിക്ക് ആൾറെഡി അറിയാവുന്നതാണ്. അപ്പം ഇപ്പം ഞാൻ ബോൾഡിൽ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഫോണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ശേഷം ഇതിനുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ നമ്പേഴ്സിലും കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ 100, 200, ഇങ്ങനെ 700 എന്ന് കൊടുത്താൽ നല്ല രീതിയിൽ ബോൾഡായിട്ട് വരുന്നതായിരിക്കും. പിക്സൽസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 700 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ബോൾഡായിട്ട് വരും. അതുപോലെ നമ്മൾ 100 മുതൽ നമുക്ക് 700 വരെ ഇൻക്രീസ് ചെയ്തിങ്ങനെ പോകാം. ഓക്കെ, ഇതുവരെ ഇത് ചെറുതായിട്ട് ബോൾഡായിട്ട് വരുന്നതാണ്. ഇനി ഇത് നമ്മളൊരു 300 എന്നാക്കി കഴിഞ്ഞാൽ വീണ്ടും ബോൾഡായിട്ട് വരും, നമുക്ക് കാണാൻ സാധിക്കും. ഇതിങ്ങനെ ബോൾഡായി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇപ്പം ഞാൻ 600 കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ബോൾഡാവും, 700 കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ബോൾഡാവും. ഓക്കെ, സോ ഇതുപോലെ അതിങ്ങനെ ബോൾഡ്നെസ് ഇൻക്രീസ് ആയി വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത. ഇനി നമുക്ക് ബോൾഡ് എന്ന് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇത് കണ്ടോ, ബോൾഡ് എന്ന് കൊടുക്കാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ ബോൾഡർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയും കൂടി ഇതിനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ബോൾഡർ കാണാൻ സാധിക്കും. ഇതും കൊടുത്തു കഴിഞ്ഞാൽ
വീണ്ടും ബോൾഡായിട്ട്, പക്ഷെ വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അത് ബ്രൗസർ ടു ബ്രൗസർ ഡിപ്പെൻഡൻസും ഉണ്ട്. ചില ബ്രൗസറിൽ ബോൾഡർ എന്ന് കൊടുത്താൽ ഭയങ്കരമായിട്ട് ബോൾഡായിട്ട് വരും. അപ്പം നിങ്ങൾ വാല്യൂസ് കൊടുക്കുവാണെങ്കിലും ഇവിടെ 100 to 200 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുവാണെങ്കിൽ, ഇപ്പോൾ 100, 200 ആ ഒരു ലെവലിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഡിഫറൻസ് നോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, ഇപ്പോൾ 200 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയതായിട്ടൊരു ബോൾഡ്നെസ് കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. നന്നായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ആ ഒരു ബോൾഡ്നെസ് ഇൻക്രീസ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം അതിൻ്റെ മുകളിലേക്കുള്ള ഇപ്പം ഞാനിപ്പോൾ 900 എണ്ണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് അഫക്റ്റ് ഒന്നും ചെയ്യത്തില്ല, കാരണം 700 ആണ് മാക്സിമം. അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ കാര്യമായിട്ടൊന്നും ഒരു ഡിഫറൻസും വന്നിട്ടില്ല. ഓക്കെ, ഇപ്പം ഞാനിവിടെ 9 എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യാതൊരു ഡിഫറൻസും വന്നിട്ടില്ല. 7 എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഇതേ വാല്യൂസ് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ബോൾഡായിട്ട് കൊടുക്കണമെങ്കിൽ ബോൾഡ് എന്ന് കൊടുത്താൽ മതി. ഇനി ചെറിയ രീതിയിലുള്ള ബോൾഡ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് 300 അല്ലെങ്കിൽ 500 നിൽക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ ചെറുതായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് ഫോണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഇതും ഈ ഒരു പ്രോപ്പർട്ടി ബ്രൗസർ ടു ബ്രൗസർ ഡിപ്പെൻഡ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇറ്റാലിക്സിൽ എഴുതി ഫോണ്ട് വെയിറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പം ഞാനിവിടെ ഇറ്റാലിക്കിൽ എഴുതി, അതുപോലെ തന്നെ ഫോണ്ട് വെയിറ്റ് ഒരു 700 തന്നെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ചും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതുപോലെയും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണ്ട് വേരിയൻ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഫോണ്ട് വേരിയൻ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മാൾ ലെറ്ററിലൊക്കെ എഴുതി അത് ക്യാപിറ്റൽ ലെറ്ററിൽ പോലെ എഴുതണമെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഫോണ്ട് വേരിയൻ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് കംപ്ലീറ്റ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്, പക്ഷേ ഈ ഒരു സ്മാൾ ലെറ്റർ എഴുതുന്നതിൻ്റെ സ്റ്റൈലിൽ ഇതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് നിർത്താൻ പറ്റും. ഉദാഹരണം കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഓക്കെ, ഫോണ്ട് വേരിയൻ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇവിടെയുണ്ട്. ഫോണ്ട് വേരിയൻ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. എന്നിട്ട് ഇവിടെ നമ്മൾ സ്മാൾ ക്യാപ്സ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഇതിന് 2 പ്രോപ്പർട്ടി ആകെ പാടുള്ളൂ. ഒന്ന് നോർമൽ എന്ന് പറഞ്ഞതും മറ്റത് സ്മാൾ ക്യാപ്സ് എന്ന് പറഞ്ഞതും. ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും, പക്ഷേ സ്മോൾ ലെറ്ററിൻ്റെ സ്റ്റൈലിലായിരിക്കും ഇത് എഴുതി വയ്ക്കുന്നത്. അപ്പം ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. കണ്ടോ, ക്യാപിറ്റൽ ആദ്യത്തെ ലെറ്റർ മാത്രം വലുത്, ബാക്കിയുള്ളതെല്ലാം സ്മാൾ ലെറ്റർ എന്ന രീതിയിൽ. ഓക്കെ, ഇത് വലിയ ലെറ്റർ ആണ്, ബാക്കിയെല്ലാം സ്മാൾ ലെറ്റർ എന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ എല്ലാം ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ കുറച്ച് സൈസ് വലുതായിരിക്കും, ബാക്കിയെല്ലാം സ്മാൾ ലെറ്ററിൻ്റെ ആ ഒരു രീതിയിൽ മൊത്തം ക്യാപിറ്റൽ ലെറ്ററിൽ വെച്ച് തരുന്ന ഒരു രീതിയിലാണ് സ്മാൾ ക്യാപ്സ് എന്ന് പറഞ്ഞ ഫോണ്ട് വേരിയൻ്റ് പ്രോപ്പർട്ടി. ഓക്കെ, ഇതിനകപ്പാടെ 2 വാല്യൂസ് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ നോർമൽ, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സ്മാൾ ക്യാപ്സ്. ഓക്കെ, സ്മാൾ ക്യാപ്സ് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഫോണ്ട് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഈ 4 ഇതാണ് മെയിനായിട്ട് യൂസ് ചെയ്ത് വരുന്ന പ്രോപ്പർട്ടി. ഫോണ്ട് വേരിയൻ്റ് പ്രോപ്പർട്ടി മാത്രം അധികം യൂസ് ചെയ്യാറില്ല. ഫോണ്ട് വെയിറ്റും ഫോണ്ട് സ്റ്റൈലും പ്രോപ്പർട്ടീസും നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ്. അതുപോലെ തന്നെ ഫോണ്ട് സൈസ് പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ ഫോണ്ടിൽ ഈ 4 പ്രോപ്പർട്ടി മാത്രമല്ല നമുക്ക് കസ്റ്റം ഫോണ്ടും സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ CSS സെക്ഷനിൽ അഡ്വാൻസ്ഡ് സെക്ഷനിൽ ടീച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കസ്റ്റം ഫോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഗൂഗിൾ ഫോൺസ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളൂ. സ്വന്തമായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, ഗൂഗിൾ ഫോൺസ് എന്ന് പറഞ്ഞ സൈറ്റിൽ നമുക്ക് കയറി നോക്കാം. അതിൽ ഇഷ്ടംപോലെ ഫോൺസ് ഉണ്ട്, പല ലാംഗ്വേജസിലുള്ള ഫോൺസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ അത്രയും ഫോൺസിൻ്റെ ആവശ്യം എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ മലയാളത്തിലൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡീഫാൾട്ടായിട്ടുള്ള അത് സിസ്റ്റം ഡീഫാൾട്ടായിട്ടുള്ള എല്ലാ വെബ്സൈറ്റിലും സിസ്റ്റം ഡീഫാൾട്ടായിട്ടുള്ള ഫോണ്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മലയാളം ഫോണ്ട് എന്തെങ്കിലും കോപ്പി ചെയ്തിട്ട് പഴയ ഓൾഡ് വിൻഡോസ് 10 ഒന്നും അല്ലാതെ വിൻഡോസ് 8 അത് അതിൻ്റെ മുകളിലോട്ടുള്ള ഏത് വേർഷനിലുള്ള നോട്ട് പാഡ് എടുത്തിട്ട് നമ്മൾ മലയാളം ഫോണ്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വരും, പക്ഷേ ഡീഫാൾട്ടായിട്ട് അത്തരം ഫോണ്ടുകൾ എല്ലാ ലെറ്ററുകളും എല്ലാ അക്ഷരങ്ങളും പ്രോപ്പറായിട്ട് വരത്തില്ല. ചില അക്ഷരങ്ങൾ മാത്രം ഫാൾട്ടി ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. അത് നോർമലി ഒരു മലയാളം പോലെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, ചിലതിൽ ഫോണ്ടേ വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബോക്സ് ആയിട്ട് വരത്തുള്ളൂ, കാരണം ആ ഒരു ഫോണ്ട് അതിൻ്റെ അകത്ത് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ചില ഡിവൈസുകൾ ലോഡ് ചെയ്യുമ്പം ഫോണ്ട് ഇല്ലെങ്കിൽ നമ്മൾ കസ്റ്റം ഫോണ്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇംഗ്ലീഷിൽ നമ്മൾ കുഴപ്പമില്ല, ഇംഗ്ലീഷിൽ എല്ലാത്തിനും ഫോണ്ട് ഉള്ളതുകൊണ്ട് പ്രോപ്പറായിട്ട് വരും. പക്ഷേ അതർ ദാൻ ഇംഗ്ലീഷ് വേറെ ലാംഗ്വേജുകൾ ട്രൈ ചെയ്യുമ്പം അതിൻ്റെ അകത്ത് ഫോണ്ടുകൾ ഇല്ലെങ്കിൽ വരത്തില്ല. ഓക്കെ, സോ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഗൂഗിൾ ഫോൺസോ മറ്റ് ഏതെങ്കിലും തേർഡ് പാർട്ടി ഫോൺസ് നമ്മൾ ഉപയോഗിക്കും. എന്നിട്ട് ആ ഫോണ്ട് ഇതിൻ്റെ അകത്തേക്ക് ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യൂസർ ഏത് ഫോണ്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലും നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഫോണ്ടിലായിരിക്കും ആ ഒരു ടെക്സ്റ്റ് വരുന്നത്. ഓക്കെ, സോ അത് നമ്മൾ CSS അഡ്വാൻസ്ഡ് സെക്ഷനിൽ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ CSSൽ ടെക്സ്റ്റ് ഷാഡോസ് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നതെന്നാണ്. ഓക്കെ,
ആക്ച്വലി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിന് വേണമെങ്കിൽ ഷാഡോ കൊടുക്കാൻ സാധിക്കും. ചെറുതായിട്ടൊരു പോപ്പിംഗ് ഇഫക്റ്റ്, അത് നല്ല UI ഉള്ള വെബ്സൈറ്റൊക്കെ, യൂസർ ഇൻ്റർഫേസ് നല്ല രീതിയിൽ കൊടുക്കുന്ന വെബ്സൈറ്റിനൊക്കെയാണ് ടെക്സ്റ്റ് ഷാഡോ ഉപയോഗിക്കുന്നത്. ഇനി അതല്ലാതെ നിങ്ങൾക്ക് ലാൻഡിംഗ് പേജ് ഡിസൈനിലും അതിൽ ടോപ്പിൽ ഹെഡറൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ഷാഡോ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ടെക്സ്റ്റ് ഷാഡോ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ടെക്സ്റ്റ് ഷാഡോ കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഷാഡോ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി തന്നെയാണ്. CSSനെ സംബന്ധിച്ചിടത്തോളം ചില പ്രോപ്പർട്ടിക്ക് അതിൻ്റെ ഡയറക്റ്റ് നെയിം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള പ്രോപ്പർട്ടിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടി നെയിമാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടെ ടെക്സ്റ്റ് ഇൻഡൻറ്റ്, ഇവിടെ ഇൻഡൻറ്റേഷൻ ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ഇൻഡൻറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ലൈൻ ഹൈറ്റ് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ലൈൻ ഹൈറ്റ്, ഈ ലൈൻ ഹൈറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറ്റാനായിട്ട് ഫോണ്ട് സ്റ്റൈൽ ഇറ്റാലിക് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. അപ്പം ഡയറക്റ്റായിട്ട് നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ പറയുന്നത് അതേ കാര്യം തന്നെ പ്രോപ്പർട്ടി ആയിട്ട് ഇവിടെ എഴുതുന്ന മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെ എപ്പോഴും ഈ അണ്ടർസ്കോർ ഒന്നും യൂസ് ചെയ്യത്തില്ല, എപ്പോഴും ഹൈഫൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് 2 ഡിഫറെൻറ്റ് വേർഡ്സ് ഉണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ ഈ പ്രോപ്പർട്ടിക്ക് എല്ലാത്തിലും 2 ഡിഫറെൻറ്റ് വേർഡ്സ് ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും, എല്ലാ പ്രോപ്പർട്ടിക്കും 2 ഡിഫറെൻറ്റ് വേർഡ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ എല്ലാത്തിനും ഇടയിൽ നമ്മളൊരു ഹൈഫൺ ഇട്ടിട്ടാണ് എഴുതുന്നത്. ഓക്കെ, അണ്ടർസ്കോർ ഒന്നും ഇടാൻ പാടില്ല, എല്ലാത്തിനും ഹൈഫൺ ആണ്. അപ്പോൾ 2 വേർഡ്സ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടി എല്ലാത്തിലും ഇങ്ങനെയാണ്. CSSന് മൊത്തം ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്യൂഡോ ക്ലാസും സ്യൂഡോ എലമെൻറ്റ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എഴുതും. ഇപ്പോൾ ഹോവർ ഇഫക്റ്റ് ഒക്കെ കൊടുക്കുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ സെലക്ട് എടുത്തിട്ട് ഇതുപോലെ കോളൻ ഇട്ടിട്ട് ഹോവർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എഴുതാം. അതല്ലെങ്കിൽ ഡബിൾ കോളൻ ഇട്ട് സ്യൂഡോ എലമെൻറ്റ് പ്രോപ്പർട്ടി നമ്മൾ ഇതുപോലെ എഴുതുന്നതായിരിക്കും. അത് 2 ഡിഫറെൻറ്റ് വേർഡ്സ് അല്ല, സെലക്ടറിൽ മാത്രമേ അങ്ങനത്തെ പ്രശ്നമുള്ളൂ. ഓക്കെ, സോ ഇതും CSSലുള്ള ടെക്സ്റ്റ് പ്രോപ്പർട്ടീസാണ്. ഇനി ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി ടെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ്, ടെക്സ്റ്റ് ഷാഡോ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റിന് ഷാഡോ കൊടുക്കാനുള്ള പ്രോപ്പർട്ടി നമുക്ക് ടെക്സ്റ്റ് ഷാഡോ ഹെഡിങ്ങിന് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഹെഡിങ് സെലക്ടർ എടുക്കുവാണ്. ഹെഡിങ് സെലക്ടറിൽ ഞാൻ ടെക്സ്റ്റ് ഷാഡോ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കാൻ പോവാണ്. ഓക്കെ, ടെക്സ്റ്റ് ഷാഡോ ഇതിൻ്റെ ആക്ച്വലി വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം 4 വാല്യൂസാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ആദ്യത്തെ ഞാനിവിടെ 4 വാല്യൂസും കൊടുത്തിട്ട് അത് ആൾട്ടർ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. ഇപ്പം ഞാനൊരു 2px കൊടുക്കുന്നുണ്ട്, വീണ്ടും ഒരു 5px നമുക്ക് കൊടുക്കാം. ഓക്കെ, വീണ്ടും ഞാനൊരു 5px തന്നെ കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം ഒരു കളറും കൂടെ കൊടുക്കാൻ പോവാണ്, റെഡ് എന്ന് പറഞ്ഞ കളർ കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോ ലാസ്റ്റ് വാല്യൂ കളറാണെന്ന് നിങ്ങൾക്ക് ആൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ഹെഡിങ്ങിനാണ് ഇവിടെ പ്രോപ്പർട്ടി കൊടുക്കാൻ പോകുന്നത്. സോറി, നമ്മളിവിടെ ആക്ച്വലി ഹെഡിങ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് വരാത്തത്. ഞാൻ ആക്ച്വലി ഇത് കണ്ടിട്ട് ഹെഡിങ് ആണെന്ന് വിചാരിച്ചു, അത് ആക്ച്വലി ആങ്കർ ടാഗ് ആയിരുന്നു. എനിവേ സോറി, നമുക്കൊരു ഹെഡിങ് 1 ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ഇവിടെ നമ്മൾ H1 എന്നുകൂടെ കൊടുക്കണം. ഹെഡിങ്ങിനെ വേണമെങ്കിൽ നമുക്ക് ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്താണ്, ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇപ്പോൾ പ്രോപ്പർട്ടി പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു റെഡ് ഷാഡോ ഇതിന് വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോർമലി നമ്മൾ റെഡ് ഷാഡോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ബ്ലാക്കിൽ തന്നെയുള്ള ഷാഡോസാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ റെഡിലൊന്ന് എഴുതി വെക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് ഈ ഒരു സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് വാല്യൂസ് ഇൻക്രീസ് ചെയ്യാം. അതായത് 5 എന്നുള്ളത് ഞാനൊരു 15 ആക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നന്നായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. അതായത് ലാസ്റ്റ് വാല്യൂ കൺട്രോൾ ചെയ്യുന്നത് സ്പ്രെഡ് ചെയ്യാനാണ്. ഓക്കെ, ഇനി ഇത് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാം. നമുക്ക് ഒരു 50 ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് വാല്യൂ സ്പ്രെഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കളറിൻ്റെ തൊട്ടടുത്തെടുക്കുന്ന വാല്യൂ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എത്രമാത്രം ആ ഷാഡോ സ്പ്രെഡ് ചെയ്യണം എന്നത് ഡിനോട്ട് ചെയ്യാനായിട്ടാണ് ഈ ലാസ്റ്റ് വാല്യൂ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാനിത് ജസ്റ്റ് ഒരു 1px ആക്കാൻ പോവാണ്. 1px ആകുമ്പം ഒട്ടും തന്നെ സ്പ്രെഡിങ് ഉണ്ടാവത്തില്ല. ഇത് 1px ആക്കി കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇത് ഞാനൊരു 20px ആക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഞാൻ ഇനിയും കുറച്ചും കൂടെ ഒരു 40px ആക്കി കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് ആ ഒരു ടെക്സ്റ്റ് ഷാഡോ ഇതുപോലെ മൂവ് ആകും. ഓക്കെ, സോ ഇനി ഈ 2px എന്തിനാണ് നമുക്ക് നോക്കാം. ഇതിപ്പോൾ താഴോട്ടല്ലേ, നമ്മൾ ഈ കൊടുക്കുന്ന കാര്യം 40, ഇവിടെ കിടക്കുന്ന 40 എന്ന് പറഞ്ഞാൽ താഴോട്ട് മൂവ് ചെയ്യാനാണ്. ഇത് നമുക്ക് 20px എന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഇത് ഈ 2 വാല്യൂസും വെച്ചിട്ട് നമുക്ക് ഈ ഷാഡോ എവിടെയാണ് വെക്കേണ്ടതെന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ,
ഇനിയിപ്പോൾ ഞാനിതൊരു 80px എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നല്ല രീതിയിൽ തന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ ഞാനൊരു ഓക്കെ, ഇവിടെ 80px എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ താഴേക്കും പോകുന്നതായിരിക്കും. ആക്ച്വലി ഇപ്പോൾ 2 ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആകെപ്പാടെ നമ്മളൊരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് ലെഫ്റ്റ് റൈറ്റ് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോർമലി നമ്മൾ ഷാഡോസ് ഉപയോഗിക്കുമ്പം ഇത്രയും വാല്യൂസ് ഒന്നും കൊടുക്കാറില്ല. ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള വാല്യൂസാണ്. ഈ വാല്യൂസ് കൂടുന്നതിനനുസരിച്ച് ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഒരു 5, അതായത് ഫെദർ എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്നത്. ഫെദർ കൂടിക്കഴിഞ്ഞാൽ നമ്മളത് ഒരു ചെയ്താൽ ഒരു ഡിമ്മായിട്ടുള്ള ഒരു ബ്ലർ ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ ബ്ലർ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ ഔട്ട്പുട്ട് കൊണ്ടുവരുന്നതിലാണ് കാര്യം. ഓക്കെ, ഇനി ഇതുപോലെ 9px ഒരു വാല്യൂസ് കൂടി വരുന്നതിനനുസരിച്ച് ഇതുപോലെ ബ്ലർ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഫെദർ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ആവുന്ന ഒരു എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ടെക്സ്റ്റ് ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്നിലധികം ഷാഡോസും ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഉദാഹരണത്തിന് ഇവിടെ ഒരു കോമ ഇട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്യാണ്. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്യാണ്. എന്നിട്ട് ഞാനിവിടെ ഒരു കോമ ഇട്ടിട്ട് മൾട്ടിപ്പിൾ ഷാഡോസ് ഇവിടെ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഷാഡോസ് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഇവിടെ റെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല, അതുകൊണ്ട് ഞാൻ ഒരു ഡിഫറെൻറ്റ് കളർ കൊടുക്കാൻ പോവാണ്. ഓക്കെ, വേറൊരു കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 1px എന്ന് പറഞ്ഞ 80 എന്നുള്ളത് സോറി, അത് ഫസ്റ്റ് ഷാഡോ ആണ്. നമുക്ക് സെക്കൻഡ് ഷാഡോ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഈ കാണുന്നതാണ് സെക്കൻഡ് ഷാഡോ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് പല പിക്സൽസിൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനിയും ഇൻക്രീസ് ചെയ്യാം. ഒരു 120 കൊടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ ഇവിടെയും ഒരു 120 തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഷാഡോ കൂടെ വന്നിട്ടുള്ളതായിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് കോമ ഇട്ടിട്ട് എത്ര ഷാഡോസ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതും CSS പ്രോപ്പർട്ടിയാണ്. ഇതുപോലെ കോമ ഇട്ട് നമുക്ക് ഷാഡോസ് ആഡ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കാൻ സാധിക്കും. ഇത് മൾട്ടി ലെവൽ ഷാഡോസ് ഇത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ഇതുപോലെ ഷാഡോസ് നിങ്ങൾക്ക് ഇങ്ങനെ കോമ ഇട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ മൾട്ടിപ്പിൾ ഷാഡോസ് ക്രിയേറ്റ് ചെയ്ത് ചെറുതായിട്ട് ടെക്സ്റ്റ് ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3D ഇഫക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഒരു 3D ഒരു ടെക്സ്റ്റ് താഴത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്ത് ഇങ്ങനെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മൾട്ടിപ്പിൾ ഷാഡോസ് ഉപയോഗിച്ചിട്ട് ഒരു 3D ഇഫക്റ്റ് പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ഷാഡോസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം പഠിച്ചിരിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ബേസിക് ആയിട്ടുള്ള സ്റ്റൈൽസ് മാത്രം ടീച്ച് ചെയ്യുന്നുള്ളൂ. പിന്നീടായിരിക്കും നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിൽ കുറേയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ആ സമയത്ത് നിങ്ങൾക്കിത് മനസ്സിലാവണമെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം നന്നായിട്ട് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഞാനിവിടെ സേവ് ചെയ്യണം. നോർമലി ടെക്സ്റ്റ് ഷാഡോ ഇത്രയൊന്നും കൊടുക്കത്തില്ല. ഇവിടെ ഒരു 2px 3px ഒക്കെ കൊടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു 3px എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഇങ്ങനെയാണ് നോർമലി ടെക്സ്റ്റ് ഷാഡോ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫെദർ കുറച്ചും കൂടെ കൊടുക്കുന്നതായിരിക്കും. ഇവിടെ ഒരു 8px ഒക്കെ കൊടുക്കുന്നതായിരിക്കും. ചിലപ്പം വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം റെഡ് കളറൊന്നും കൊടുക്കത്തില്ല. കൊടുക്കുന്ന കളർ ബ്ലാക്കോ ഇല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും കളറായിരിക്കും. നിങ്ങൾക്ക് 2 വഴിയിൽ കൊടുക്കാം. ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് വെച്ചിട്ട് ട്രാൻസ്പാരൻസി ഇതിൽ കൊടുക്കാൻ സാധിക്കും. ഞാൻ നോർമലി അങ്ങനെയാണ് കൊടുക്കാറ്. അപ്പം അതിൻ്റെ ആ ഒരു ലുക്ക് ഒരു ഷാഡോ കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഫീലിംഗ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഒരുപാട് ഷാഡോ കൊടുത്തു കഴിഞ്ഞാൽ, ഒരുപാട് ബ്ലാക്ക് കളർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഷാഡോ ആയിട്ട് തോന്നില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറുതായിട്ടൊരു ഷാഡോ അവിടെ വന്നിട്ടുള്ളതായിട്ട്. നോർമൽ ടെക്സ്റ്റിൽ നിന്നും ചെറിയൊരു ഡിഫറൻസ്. നോർമലി ഇതുപോലെയാണ് ഷാഡോ കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ കുറച്ചും കൂടെ പോപ്പപ്പ് ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇൻക്രീസ് ആയിട്ട് ജസ്റ്റ് സേവ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം ചെറിയൊരു ഷാഡോ ഇവിടെ വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, സോ സാധാരണ ഷാഡോസ് കൊടുക്കുമ്പോൾ RGBA വാല്യൂസ് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറകിൽ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാല്യൂസ് ഇവിടുന്ന് വാല്യൂസ് ഇൻക്രീസ് ചെയ്തും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്
ഇതുപോലെ കൊടുക്കാനാണ്. കാരണം ചില വെബ്സൈറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡാർക്ക് മോഡിലേക്കൊക്കെ പോകുന്നത് ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ കൊടുക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്ത സാധനം ഓട്ടോമാറ്റിക്കായിട്ട് വൈറ്റ് കളർ ആയിരിക്കുള്ളൂ. ഓക്കെ, സോ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഈ RGB യൂസ് ചെയ്യാനാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കളറിലേക്കും സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് ടെക്സ്റ്റ് ഷാഡോ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ടെക്സ്റ്റ് ഷാഡോയിൽ ഒരേ ഷാഡോ മാത്രമല്ല മൾട്ടിപ്പിൾ ഷാഡോസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ വെച്ചിട്ട് മൾട്ടിപ്പിൾ ഷാഡോ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. ഒരു സിംഗിൾ ഷാഡോ വെച്ചിട്ട് ഏത് രീതിയിലുള്ള എഫക്റ്റ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഡിഫറെൻറ്റ് കളറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ CSSൽ ഫോണ്ട് പ്രോപ്പർട്ടി, പലതരത്തിലുള്ള ഫോണ്ട് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫോണ്ട് പ്രോപ്പർട്ടീസിലുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഫോണ്ട് വേരിയൻറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, ഫോണ്ട് വേരിയൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക്, അതായത് ഇതിൻ്റെ അകത്തുള്ള ഫോണ്ട് തന്നെ ഡിഫറെൻറ്റ് ഫോണ്ട്സ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഫോണ്ട് വേരിയൻറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഫോണ്ട് വേരിയൻറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, സോ ഫോണ്ട് വേരിയൻറ്റിൽ നമുക്ക് പല പ്രോപ്പർട്ടീസ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷേ ഇതിന് ഷോർട്ട് ഹാൻഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. നിങ്ങൾക്ക് സിംഗിൾ ഫോണ്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഫോണ്ട് വേരിയൻറ്റ്, ഫോണ്ട് സ്റ്റൈല് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതിൻ്റെ ഡയറക്റ്റ് ആയിട്ട് ഷോർട്ട് ഹാൻഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പല ഫോണ്ട് പ്രോപ്പർട്ടീസ് ഇവിടെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഫോണ്ട് സ്റ്റൈല് പഠിച്ചിട്ടുണ്ട്, ഫോണ്ട് വേരിയൻറ്റ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ ഫോണ്ട് സൈസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, സോ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫോണ്ട് പ്രോപ്പർട്ടി ഒട്ടുമിക്ക എല്ലാ ഫോണ്ട് പ്രോപ്പർട്ടീസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാനുള്ള ഒരേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റം ഫോണ്ട്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, സോ നമ്മൾ ഫോണ്ടിൻ്റെ ഒട്ടുമിക്ക എല്ലാ പ്രോപ്പർട്ടിയും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണ്ട് സ്റ്റൈൽ പ്രോപ്പർട്ടിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇറ്റാലിക്സ് പ്രോപ്പർട്ടിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാനുള്ള ഫോണ്ടിലാകെപ്പാടെ പഠിക്കാനുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് ഇതിൻ്റെ ഷോർട്ട് ഹാൻഡ് ടേമാണ്. നിങ്ങൾക്ക് ഷോർട്ട് ഹാൻഡ് ടേം യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇവിടെ ഫോണ്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഇവിടെ ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യുവാണ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഫോണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ പ്രോപ്പർട്ടിയിൽ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ഫോണ്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ജസ്റ്റ് യൂസ് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫോണ്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, ഇതിൻ്റെ ആദ്യം കൊടുക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്റ്റൈൽസിന് മുമ്പ് സൈസ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇതിൻ്റെ അതായത് ഫോണ്ട് വെയ്റ്റും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഫോണ്ട് സ്റ്റൈലും കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഞാനപ്പം ആദ്യം കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത്. ഓക്കെ, സോ ഞാനിവിടെ 2 പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200px, അത് ഫോണ്ടിൻ്റെ സൈസാണ്. അതുപോലെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫോണ്ട് ഫാമിലി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഫോണ്ട് ഫാമിലി ഞാൻ ഏരിയൽ എന്ന് പറഞ്ഞ ഫോണ്ട് ഫാമിലിയാണ് കൊടുത്തിട്ടുള്ളത്. എനിക്കിനി വേറെ എന്തെങ്കിലും ഫോണ്ട് ഫാമിലി കൊടുക്കണമെങ്കിൽ ഇഷ്ടംപോലെ ഫോണ്ട് ഫാമിലീസ് അവൈലബിൾ ആണ്. സിസ്റ്റത്തിലുള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള ഫോണ്ട് ഫാമിലീസ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ നോട്ട് പാഡ് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുക. ഇനിയിപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് ഫോണ്ട്സ് എല്ലാ ബ്രൗസറിലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫോണ്ട് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ഞാനിവിടെ നോട്ട് പാഡ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഓക്കെ, എഡിറ്റിൽ ലാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഫോണ്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടംപോലെ ഫോണ്ട്സ് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് ഏത് ഫോണ്ട് സ്റ്റൈൽ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഫോണ്ട് ഫാമിലീസ് ഇഷ്ടം പോലെയുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഏത് ഫോണ്ട് ഫാമിലീസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഒരുപാട് ഫോണ്ട് ഫാമിലീസ് കൊടുത്തിട്ടുണ്ട്. ഈ ഏത് ഫോണ്ട് ഫാമിലീസ് വേണമെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ഇഷ്ടംപോലെ ഫോണ്ട് ഫാമിലീസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഏരിയയിൽ മാത്രം കൊടുക്കാൻ പോവുകയാണ്. നോർമലി ഇനി നമുക്ക് ഫോണ്ടിൽ വേറെ ഏതെങ്കിലും ഫാമിലീസ് കസ്റ്റം ഫോണ്ട് ട്രൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഗൂഗിൾ ഫോണ്ട്സിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അതും കൊടുക്കാൻ സാധിക്കുന്നത്. സാധാരണ നമ്മൾ ഇതുപോലെ ഏരിയയിലൊക്കെ റെയറായിട്ട് യൂസ് ചെയ്യുന്ന ഫോൺസാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഏരിയയിൽ മാത്രം കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഏരിയലിൻ്റെ സ്പെല്ലിങ് ഒന്ന് നോട്ട് ചെയ്യുക. സ്പെല്ലിങ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വരത്തില്ല. ഓക്കെ, സോ ഇതുപോലെ നിങ്ങൾക്ക് ഷോർട്ട് ഹാൻഡ് ടേംസും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ അത് ബോൾഡായിട്ട് കൊടുക്കണമെങ്കിൽ ഹെഡിങ് ആൾറെഡി ബോൾഡാണ്, അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി പ്രത്യേകിച്ച് ബോൾഡ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇറ്റാലിക്സിൽ എഴുതണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇറ്റാലിക്സിൽ എഴുതണമെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യാം. ഇനി സ്മാൾ ക്യാപ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പേസ് ഇട്ടിട്ട് വീണ്ടും സ്മാൾ ക്യാപ്സ് എന്ന് പറഞ്ഞ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇതുപോലെ ആദ്യം നമ്മൾ അതിൻ്റെ ഫോണ്ടിൻ്റെ നമ്മൾ സ്റ്റൈൽ എഴുതണം. അതിനുശേഷം ഫോണ്ടിൻ്റെ സൈസ് എഴുതണം. ഫോണ്ട് വേരിയൻ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സ്മാൾ ക്യാപ്സ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സൈസ് എഴുതണം. പിന്നെ അവസാനം നമ്മൾ എഴുതേണ്ട കാര്യമാണ് ഫോണ്ടിൻ്റെ ഏത് ടൈപ്പ് ഓഫ് ആണ് അല്ലെങ്കിൽ ഫോണ്ട് ഫാമിലി ഏതാണ് വേണ്ടതെങ്കിൽ അത് നമ്മൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ,
സോ ഇതാണ് നിങ്ങൾ ഫോണ്ട് സൈസിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഫോണ്ടിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതുപോലെ ഫോണ്ട് ഷോർട്ട് ഹാൻഡ്സ് ആയിട്ടും എഴുതാൻ സാധിക്കുന്നതാണ്. സോ ദാറ്റ്സ് ഫോർ ദി സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ CSSലുള്ള ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ലിസ്റ്റിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും CSS ഉപയോഗിച്ച്. നമ്മൾ ഓർഡേഡ് ലിസ്റ്റും അൺഓർഡേഡ് ലിസ്റ്റിനെ കുറിച്ചും HTML സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റുകളിൽ എങ്ങനെയാണ് നമ്മൾ CSS ഉപയോഗിച്ച് സ്റ്റൈൽസ് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ അടുത്തൊരു സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ദി സെക്ഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.